അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സബീൽ റഹ്മാൻ വ്ളോഗ്സിൻ്റെ നോർത്ത് ഈസ്റ്റ് എക്സ്പെഡിഷൻ സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡോട് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ സിലിഗുരിയിൽ നിന്ന് വർക്ക്ഷോപ്പിൽ നിന്നൊക്കെ ഇറങ്ങി അങ്ങനെ എന്താ പറയുക വഴിയിൽ ഭക്ഷണം കഴിച്ച് നിർത്തി. അതാണ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ. അങ്ങനെ അവിടുന്ന് അന്ന് രാത്രി അല്ലെങ്കിൽ അന്ന് അവിടുന്ന് ഇങ്ങനെ പോന്നു. സിലിഗുരിയിൽ നിന്ന് വരുന്ന വഴിക്ക് എന്താ പറയുക ജൽപൈഗുരി എത്തുന്ന ആ ഒരു സ്പോട്ടിൽ എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് മിറുക്കി പോയപ്പോൾ പരിചയപ്പെട്ടില്ലേ, ആ ഫാമിലിയിലുള്ള പിള്ളേരാണ്. അവിടുത്തെ ഒരു കൊച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ജൽപൈഗുരിയാണ്. അപ്പോൾ സിലിഗുരിയിൽ ഞാൻ കുറേ ദിവസമായിട്ട് വണ്ടി പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കുടിയും കിടക്കുന്നൊക്കെ ഉണ്ടാവും. അതൊന്ന് വിളിച്ചു. വരുന്ന വഴിക്ക് ജൽപൈഗുരി വരുമ്പോൾ മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ അവർ വരുന്ന വഴി അവരെ കണ്ടു. അന്നത്തെ ദിവസം ഡിന്നർ അവരെ കൂടെ കഴിച്ചു. എന്തായാലും പിക്ചേഴ്സും കാര്യങ്ങളൊന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. ഇനി അത് അവർക്ക് കൂടുതൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. കാരണം അവരുടെ വില്ലേജിലെ കുറേ ആൾക്കാരൊക്കെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് പോന്നു. അന്നത്തെ ദിവസം ഒരു പെട്രോൾ പമ്പിൽ കിടന്നുറങ്ങിയിട്ട് കാലത്ത് ഞാൻ എണീറ്റ് പോരുന്ന വഴിക്ക് നമുക്കൊരു എന്താ പറയുക വേറൊരു ഫ്രണ്ടിനെ കിട്ടി. ഈ ഒരു വണ്ടി കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഒരുപാട് പേര് ഈ ഓൾറെഡി വണ്ടി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ടാറ്റയുടെ നെക്സൺ അല്ലേ, ടിയാഗോ. ഓക്കെ. അപ്പോൾ ഈ ഒരു വണ്ടി ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ആളെ പിടികിട്ടിയിട്ടുണ്ടാവും. ആൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇത് സ്ഥലം നമ്മുടെ ബീർപാല. അപ്പോൾ ഞാനിങ്ങനെ ആസാം റൂട്ടിലോട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ അവിടുന്ന് ഇന്നലെ രാത്രിയും ഇന്നുമായിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്തു. അതുപോലെ തന്നെ സിലിഗുരി ഉള്ളുമ്പോഴും കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. സിക്കിം കയറാൻ വേണ്ടിയിട്ട് ഞാൻ മീൻസ് കഴിഞ്ഞ വീഡിയോ ഡാർജിലിംഗ് ഉള്ളുമ്പോൾ ഞാൻ സിക്കിം പോകാമെന്നൊക്കെ രീതിയിൽ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ. അന്ന് ഒരു പുള്ളി എനിക്ക് വാട്സപ്പ് ചെയ്തായിരുന്നു. മറ്റേ ടാറ്റ ചേട്ടൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ. അന്ന് പുള്ളി സിക്കിമിലായിരുന്നു അല്ലേ? അതെ. അപ്പോൾ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്തു. ഇങ്ങനെ ഒരാൾ സിക്കിമിലുണ്ട്, കോൺടാക്ട് ചെയ്താൽ കൂടെ മീൻസ് ഒരാളെ കിട്ടും, ജോയിൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ കോൺടാക്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. പക്ഷെ അന്നൊന്നും കോൺടാക്ട് കിട്ടിയില്ല. 2 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ, കാരണം എൻ്റെ യാത്ര അന്നത്തെ ദിവസത്തെ യാത്ര മുടങ്ങി. പുള്ളിയും വേറെ എന്തൊക്കെ വണ്ടിക്ക് എന്തോ ചെറിയ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് പുള്ളിയുടെയും സിക്കിം യാത്ര ഇടയ്ക്ക് വെച്ചിട്ട് അവസാനിപ്പിച്ചിട്ട് തിരിച്ചു പോന്നു. അങ്ങനെ ഇത് എന്തായാലും ഞങ്ങൾ 2-4 ദിവസം കഴിഞ്ഞിട്ട് സിലിഗുരിയിൽ നിന്ന് പുള്ളി വർക്ക് ചെയ്യുന്ന ഇവിടെ അടുത്താണ്. പുള്ളി എന്തോ ഒരു ക്രിസ്ത്യൻ സഭയുടെ എന്തോ ഒരു NGOയിൽ ഈ പാവപ്പെട്ട പിള്ളേരുടെ പഠിത്തം കാര്യങ്ങൾ, സ്കൂളിങ്, അങ്ങനെ റൂറലായിട്ടുള്ള ഏരിയയിലൊക്കെ സ്കൂളിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക, പിള്ളേരെ പഠിപ്പിക്കാനുള്ള അങ്ങനത്തെ ഒട്ടും ഇതില്ലാത്ത പിള്ളേരെ കണ്ടെത്തിയിട്ട് അവരുടെ ഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് അവർ ചെറിയൊരു എന്താ പറയുക ഒരു വിദ്യാലയം, എന്തെങ്കിലും വിദ്യാലയം പറയുക, നമ്മുടെ ട്രൈബൽ ആൾക്കാർക്ക് വേണ്ടിയുള്ള സ്റ്റഡീസും അവർക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ കാര്യം. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ പരിപാടികളൊക്കെ ആയിട്ട് പുള്ളി ഇവിടെ തന്നെയാണ്, വെസ്റ്റ് ബംഗാളിൽ സിലിഗുരിയിലും. പിന്നെന്താണ് സിലിഗുരി, പിന്നെ ഈ ജൽപൈഗുരി ഡുവേഴ്സ് ഏരിയ എന്ന് പറയും, ഇത് കംപ്ലീറ്റ് ഏരിയ. അപ്പോൾ ഇവിടെ തന്നെയാണ് കുറേ കാലങ്ങളായിട്ട്. അങ്ങനെ എന്തായാലും വന്നു, പരിചയപ്പെട്ടു. ടാറ്റ ചേട്ടൻ എന്നാണ് പുള്ളീനെ എല്ലാവരും അറിയപ്പെടുന്നത്. പുള്ളിയുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ടാറ്റ ചേട്ടൻ എന്നാണ്. പക്ഷേ എനിക്ക് സത്യത്തിൽ പേര് അറിയത്തില്ല. പേര് ക്രിസ്. നാട്ടിൽ തിരുവല്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് പരിചയപ്പെട്ടു. വരുന്ന വഴിക്ക് എന്താ പറയുക ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. ഫുഡ് കഴിക്കണ്ട, എവിടെയൊക്കെ സൈഡാക്കിയിട്ട് കുറച്ചൊരു വർത്താനം പറഞ്ഞിട്ട് കുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ചിക്കൻ വാങ്ങിച്ചു. ഇപ്പോൾ ഇതേ ചിക്കൻ ഞങ്ങളൊരു കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇനി ചിക്കൻ കറി അതുപോലെ തന്നെ ആട്ടദോശ ഉണ്ടാക്കാല്ലേ, ആകുമ്പോൾ ലൈവായിട്ട് നമുക്കിങ്ങനെ അടിച്ചുകൊണ്ട് കറി ഉണ്ടാക്കി വെച്ചിട്ടേ ദോശ ചുടുമ്പോൾ തന്നെ ചൂടൊക്കെ നമുക്ക് അങ്ങനെ കഴിക്കാം. ഐശ്വര്യമായിട്ട് ചിക്കൻ പിടിക്കുക. ഈ ഒരു കുപ്പി വെള്ളം കൊണ്ട് ആ ഒരു ചിക്കൻ കഴുകണം. ടാസ്ക്കാണ്. ഇനി വെള്ളമുണ്ട് ഇവിടേൽ അത്. ഓക്കെ, അപ്പോഴത്തേക്ക് ഞാൻ പച്ചക്കറി അരിഞ്ഞ് സെറ്റാക്കി വെക്കാം. അപ്പോൾ ടാറ്റ ചേട്ടന് വേണ്ടി നമ്മൾ സ്പെഷ്യൽ ചിക്കൻ കറി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഞാനെല്ലാം കഴുകി, ടാറ്റ ചേട്ടൻ തന്നെ കഴുകി. അപ്പോൾ ഞാൻ എൻ്റെ സ്ഥിരം മസാല പരിപാടികൾ ഒന്നുമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മളെല്ലാം കൂടി ഇട്ടിട്ടൊരു ഉള്ളിയൊക്കെ ഇട്ട് തക്കാളിയൊക്കെ ഇട്ടൊന്ന് വാട്ടി അതേപോലെ എല്ലാ ദിവസത്തെയും പോലെ മസാലയൊക്കെ ഇട്ട് സെറ്റ് ചെയ്യും. കൈ കിട്ടുന്നതൊക്കെ ഇങ്ങനെ വാരി വലിച്ചിടാം. ഇന്ന് കളർഫുൾ ആകും. നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിലൊരു താജ്മഹൽ പണിയണം, അതാണ്.
മഞ്ഞൾപ്പൊടി, കയ്യിലുള്ള എല്ലാ മസാലപ്പൊടിയും പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് ഇതേ ഒരു സെറ്റ് സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഗരം മസാല, അതുപോലെ ചിക്കൻ മസാല, പെപ്പർ പൗഡർ, പിന്നെന്താ ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കഴുകി വെച്ച ചിക്കൻ ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാം. ഇനി ഈ മസാലയും ചിക്കനും കൂടി ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരിതും പണി കഴിഞ്ഞു. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ചാൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുക്കിങ്ങും പരിപാടിയൊക്കെ. സൂപ്പർ സൂപ്പർ. ടാറ്റ ചേട്ടൻ്റെ വണ്ടിയിലും ഈ സെറ്റപ്പും കാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പുള്ളി വണ്ടിയിൽ ചെറിയ ആക്സിഡൻറ്റ് വന്നപ്പോൾ എന്താ പറയുക, അതിൻ്റെ ഇൻഷുറൻസും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി പഴയ രീതിയിലോട്ട് ആക്കിയിട്ട് തൽക്കാലം വെച്ചേക്കുവാണ്. പുള്ളി വൈകാതെ തന്നെ എന്താ പറയുക പഴയ രീതിയിലോട്ട് നമ്മുടെ ഈ സെറ്റപ്പൊക്കെ സെറ്റാക്കിയിട്ട് ഇറങ്ങും. ഇവിടെ നമ്മുടെ അരുണാചലിലും എന്താ പറയുക നാഗാലാൻഡിലൊക്കെ എത്തുമ്പോഴത്തേക്ക് പിന്നാലെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതെ, നോർത്ത് ഈസ്റ്റ് ഉണ്ട്, തീർച്ചയായിട്ടും വരും. പറഞ്ഞു നമ്മുടെ ചിക്കൻ അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. എങ്ങനെയുണ്ട് നമ്മുടെ വാൻ ലൈഫ്? ചിക്കൻ കറി അവിടെ റെഡിയാണ്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ആട്ടദോശ എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ നമ്മൾ ആദ്യം ഒരു വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആട്ടദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻസ് ഒന്ന് പാളിപ്പോയായിരുന്നു. സാധനം സെറ്റ്. ആട്ടദോശ, ചിക്കൻ കറി, അതുപോലെ കാപ്പിയുണ്ട്. ഇങ്ങനെ പ്ലേറ്റിലോട്ട് ഇങ്ങനെ ഇടുന്നു. അടുത്ത ചുറ്റുമ്പത്തി ഇത് ചുറ്റി തീരാനായിട്ട് മുന്നേ ശരിക്ക് രണ്ടാളുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ദോശ തീരൂട്ട. തുടങ്ങിക്കോ ദോശ ടേസ്റ്റ് ചെയ്യും, ചിക്കൻ കറി ടേസ്റ്റ് ചെയ്യും. അഭിപ്രായം പറയൂ. ഒരു രക്ഷയില്ല, പൊളി. ബാക്കി ഇവിടെ ചോദിച്ചു. പിന്നെ സെറ്റപ്പാണ് കേട്ടോ. ടാറ്റേട്ടൻ്റെ വീഡിയോയിൽ പിന്നെ എല്ലായിടത്തും ഉള്ളതാണ്. അടിപൊളി എന്ന് പറയുള്ളൂ. അങ്ങനെ അടിപൊളിയല്ല കേട്ടോ, ശരിക്കും അടിപൊളിയാണ്. ശരിക്കും ഇത് ആദ്യമായിട്ടൊരു എക്സ്പീരിയൻസ് ആണ്. ചിക്കൻ കറി നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെ നമ്മൾ കാറയിൽ ഇതുപോലെ അടിപൊളിയായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫുൾ സെറ്റപ്പായിട്ട് കൊള്ളാം. കുറെ സംഭവങ്ങൾ ഏതായാലും പഠിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇരിക്കാനുള്ള ഒരു ചെയറുകൂടി മേടിക്കണം. ഗുവാഹട്ടി എത്തിയാൽ കത്തല സ്റ്റോർ ഉണ്ട്, അപ്പോൾ അവിടെ എത്തിയാൽ അതുകൂടി വാങ്ങിച്ചാൽ നമ്മുടെ ഒരു കിച്ചണിലോട്ട് വേണ്ട ഒരു സാധനം സെറ്റായി. ഒടുക്കത്തെ ഒരു രക്ഷയില്ല. കാപ്പി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ആട്ടദോശയുണ്ട്. ബാക്കിയൊക്കെ നമ്മുടെ ടാറ്റ ചേട്ടൻ പറയും. ടാറ്റ ചേട്ടാ ഓക്കെ അല്ലേ? ഫുൾ ഓണാണ്, ഫുള്ള് സെറ്റപ്പാണ് കേട്ടോ. എൻജോയ് ചെയ്ത് സ്പെഷ്യൽ പവർ വരട്ടെ പറഞ്ഞിട്ട് എത്രയും പവർ മതിയോ? ഇതൊക്കെ എക്സ്പീരിയൻസിന് കേട്ടോ. അതൊക്കെ അടിപൊളി വൈബാണ്. നല്ല ശാന്തി സുന്ദരമായ സൂപ്പർ ലൊക്കേഷൻ, നല്ല കിടക്കൽ ലൊക്കേഷൻ കിട്ടി. അതാണ് ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടതിൽ ദോശ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ മറിച്ചിടണം. ഞാൻ ദോശ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊത്തം തീർത്തുകൊണ്ടിരിക്കുക. ഞാനേ കഴിച്ചിട്ട് അല്ലെങ്കിൽ പുള്ളി മൊത്തം തീർക്കും. അത് എന്നിട്ട് ഇന്ന് ഇവിടുന്ന് നേരെ നമ്മൾ ഗുവാഹട്ടി, ഇവിടുന്ന് 10-300 കിലോമീറ്റർ ഉണ്ട്. ഇന്ന് എത്തുന്നില്ല, ആ റൂട്ടിലോട്ട് അങ്ങനെ പോകണം. അങ്ങനെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് നമ്മുടെ ടാറ്റ ചേട്ടൻ്റെ വണ്ടി നമ്മുടെ വണ്ടി പുള്ളി ഒന്ന് റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്തു. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് നമ്മുടെ സാധനങ്ങൾ, പാത്രങ്ങളും സാധനങ്ങളൊക്കെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഫുൾ അടക്കി കയറ്റി പുള്ളി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യിപ്പിച്ചു, എല്ലാം സെറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ അതേപോലെ നമ്മുടെ എന്താ പറയുക ടാറ്റയുടെ എന്തായിരുന്നു വണ്ടി പറഞ്ഞ് ടിയാഗോയിൽ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള ഒരു പരീക്ഷണത്തിലായിരുന്നു. ഞങ്ങളെല്ലാം സീറ്റും അങ്ങോട്ടൊക്കെ മടക്കി ബാക്ക് സീറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടി തുടങ്ങി. പക്ഷേ പുതിയ വണ്ടി ആയതുകൊണ്ട് നമ്മുടെ പഴയ വണ്ടിയാണല്ലോ, നമുക്ക് എന്തും ചെയ്യാം. പുതിയ വണ്ടിയാണ്, പുള്ളിക്ക് ഫാമിലി ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ്, ഫുൾ ടൈം വാൻ ലൈഫൊന്നും അല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതിയിൽ വെച്ചിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു ആലോചനയിലാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിയുടെ കിടപ്പുണ്ട്, ടാറ്റ ചേട്ടൻ്റെ വണ്ടിയുടെ കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 12 മണിയാകുമ്പോൾ കണ്ടതാണ്. 12 മണി ആയിട്ടില്ല തോന്നുന്നുണ്ട്, അതിന് മുന്നേ കണ്ടതാണ്. അവിടെ വന്ന് ചായ വഴിയും കാര്യങ്ങളും ഭക്ഷണം ഉണ്ടാക്കലും ഫുഡ് കഴിക്കലും വിശേഷം പറച്ചിലൊക്കെ ആയിട്ട് 4 മണിയായി. ഇന്ന് നേരെ ഗുവാഹട്ടി എന്നുവെച്ചാൽ ഇന്ന് എത്തത്തില്ല, എന്തായാലും നാളെ വൈകിട്ട് എത്തണം എന്നൊക്കെ വിചാരിച്ചാണ്. ഇങ്ങനെ പതിയാണ് യാത്രകൾ.
അപ്പൊ എന്തായാലും നമുക്ക് ഇനി തിരിച്ചു വരുമ്പോ കാണാം. തീർച്ചയായിട്ടും ചിലപ്പോ നോർത്ത് ഈസ്റ്റ് വെച്ച് വേണേലും കാണാം. ചിലപ്പോ പുള്ളി അങ്ങ് വരാന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാം സെറ്റ് ചെയ്തിട്ട്. കാരണം ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്കും ലീവും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പുള്ളി ഇപ്പൊ സത്യത്തിൽ നമ്മുടെ കൂടെ കൂടിയിട്ട് പുള്ളി മൂഡില ഞാൻ പോയാലോന്ന് വിചാരിക്കാം കൂടെ തന്നെ. അപ്പൊ കുറെ ദിവസമായിട്ട് കുക്കിംഗ് വീഡിയോസ് മിസ് ചെയ്യുന്നവർക്ക് ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ഒരു ഏകദേശം സെറ്റ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ടാറ്റാ ചേട്ടനോട് വിട പറഞ്ഞ് പുള്ളിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാലോ. എന്നെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്ക് അറിയാം പുള്ളിക്ക് നിങ്ങളറിയാത്തൊരു കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്ക് ഒരു യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻസ്റ്റയിലും അതുപോലെ യൂട്യൂബിലും ഒക്കെ ടാറ്റാ ചേട്ടനാണ്. ടാറ്റാ ചേട്ടൻ എന്നൊക്കെ പേരിട്ടതും നിങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് എന്താ പറയുക, നിങ്ങളറിയുന്ന ഒരാളെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ പുള്ളിയുടെ ചാനലും ലിങ്കും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി കയറി സപ്പോർട്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ എല്ലാം ഉണ്ട്. അത് വേറെന്താ പറയുക, ഞാൻ താമസം ഇവിടെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നോർത്ത് ബംഗാൾ, ഡാർജിലിംഗ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ നമ്മുടെ പുള്ളി സിക്കിം പോയിട്ട് ഇപ്പോൾ വന്നുള്ളൂ. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. എൻ്റെ സിക്കിം വീഡിയോ തൽക്കാലം സിക്കിം പോക്ക് നടന്നിട്ടില്ല. എന്തായാലും തിരിച്ചു വരുമ്പോൾ നമുക്ക് എല്ലാം കറങ്ങി സിക്കിമും കൂടെ വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. നമ്മുടെ ചെക്കനറിയാലോ, പാവം കുറച്ച് ക്ഷീണത്തിലാണ്. എത്രത്തോളം എങ്ങനെയൊക്കെയെന്ന് അറിഞ്ഞൂടാ. എന്നാലും നമുക്ക് പതിയെ ഇവിടുന്ന് മറ്റേ കോഹിമ ഏകദേശം 730 സംതിങ് കിലോമീറ്റർ ഇനി ഇവിടുന്നുണ്ട്. അപ്പോൾ 5 ദിവസം സമയമുണ്ട്. ഡിസംബർ 1-നാണ്, 25-ാം തീയതി ആയിട്ടുള്ളൂ. അപ്പോൾ 5 ദിവസത്തിനുള്ളിൽ നമ്മൾ പതിയെ കോഹിമയിലെത്തണം. അതിനിടയിൽ ഗുവാഹട്ടി കയറിയിട്ട് നമ്മുടെ ചെയർ എടുക്കണം, ബാക്കിലോട്ട് വേണ്ട, കിച്ചണിലോട്ട് വേണ്ട, സ്ലീപ്പിംഗ് ബാഗ് എടുക്കണം, ആരെങ്കിലും കൂടെ കൂടിയാൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് പതിയെ ആ വിശേഷങ്ങളും കാഴ്ചകളും കണ്ടിങ്ങനെ പോവാം. തൽക്കാലം നമ്മൾ നമ്മുടെ ടാറ്റാ ചേട്ടനോട് വിട പറയുകയാണ്. താൽക്കാലികമായിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ വീണ്ടും കാണും. അപ്പോൾ നമുക്ക് പതിയെ പോവാം. അപ്പോൾ ശരിക്കും ഒരു അടിപൊളി സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, എൻജോയ് നോർത്ത് ഈസ്റ്റ്. അടിപൊളി കാഴ്ചകൾ ഞങ്ങൾ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അയ്യോ അങ്ങനെ പറയില്ല, അവിടെ ഫുൾ ലോക്ക്ഡൗൺ ആണെന്ന് പറയുന്നത്. അല്ല, ഈ കൊറോണക്ക് ആയിട്ട് അവിടെ ഇപ്രാവശ്യം ഹോംബിൽ ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ എന്തോ ഓൺലൈനിലൂടെ എന്നൊക്കെയാണ്. അതെ വെർച്വൽ ആണെന്നുള്ള കേട്ടു. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇവിടുന്ന് ഷൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്കിനി ഇവിടുന്ന് റൈറ്റ് പോണം. ചേട്ടാ ബൈ ബൈ, താങ്ക് യു, സീ യു, ടേക്ക് കെയർ. അപ്പൊ ശരി കേട്ടോ. ഓക്കെ. അങ്ങനെ അവിടുന്ന് ഒരു 10-30 കിലോമീറ്റർ പോന്നു. ഇപ്പോഴേ നമ്മൾ വെസ്റ്റ് ബംഗാളും കടന്ന് ആസാം ബോർഡറും കടന്ന് അകത്തോട്ട് വന്നു. ഒരു 3 സ്ഥലത്ത് ചെക്ക് ചെയ്തു. ആദ്യം 2 ഈ മിലിറ്ററി ഓഫീസേഴ്സ് പോലത്തെ കുറച്ച് ആൾക്കാർ, സെക്യൂരിറ്റി, അവരൊക്കെ വന്ന് വണ്ടിയൊക്കെ ചെക്ക് ചെയ്തു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വണ്ടി എല്ലാം കണ്ടു. അത് കഴിഞ്ഞ് ഇപ്പോൾ ലോക്കൽ പോലീസ്, ഇവിടുത്തെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളും, അങ്ങനെ 2-3 സ്ഥലത്ത് ഇപ്പോൾ ഓൾറെഡി ചെക്കിങ് കാര്യങ്ങളും കഴിഞ്ഞു. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വിട്ടു. വണ്ടിയൊക്കെ നോക്കി RC ലൈസൻസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വിട്ടു. അപ്പോൾ ആസാം ബോർഡർ കയറുമ്പോൾ ഇവിടെ എന്തോ COVID-19 എന്തൊക്കെയോ പ്രൊസീജിയേഴ്സും കാര്യങ്ങളുണ്ട്. ഇവിടെ രജിസ്റ്റർ ചെയ്യണം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റൂട്ട് സ്പെഷ്യലായിട്ട് ബോർഡർ ഇപ്പോഴും തുറന്നിട്ടില്ല തോന്നുന്നുണ്ട്. കൗണ്ടർ നമ്പർ 5 ഇവിടെ എവിടെയോ എന്തോ പരിപാടിയുണ്ട്. നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട്, അല്ലെങ്കിൽ ഇത്രയും സ്റ്റേറ്റ് കടന്നിട്ട് ആദ്യമായിട്ടാണ് നമുക്കിപ്പോൾ ഈ ഒരു കൊറോണയുടെ ചെക്കിങ്ങും കാര്യങ്ങളും എൻട്രിയും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ ഇവിടെ വന്ന് വണ്ടി നമ്പർ, നമ്മൾ പോകുന്ന സ്ഥലം, എത്ര പേരുണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ എൻട്രി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവിടെ ഭയങ്കര ചെക്കിങ് കാര്യങ്ങളൊക്കെയാണ്. വണ്ടി സാനിറ്റൈസ് ചെയ്യണം, ആളെ സാനിറ്റൈസ് ചെയ്യണം, പിന്നെ എൻട്രി ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തായാലും ഒരു ഇതും കഴിഞ്ഞു. ഓക്കെ मेरा काम एंट्री वगैरह कुछ नहीं है, ऑनलाइन जाएगा. ठीक है हाँ ठीक है. अगर कोई पूछ करनी है ना, हाँ ठीक है, താങ്ക് യു. അങ്ങനെ അത് കഴിഞ്ഞു. ഇപ്പോൾ കയറുമ്പോൾ തന്നെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള സിറ്റുവേഷൻസ് എന്തൊക്കെയാവും അറിഞ്ഞൂടാ. എന്തായാലും കുറച്ച് കെയർഫുൾ ആവണം. നമുക്കിനി കുറച്ചും കൂടെയൊക്കെ ഡിസ്റ്റൻസ് ഒക്കെ പാലിച്ചുകൊണ്ട് മാസ്കൊക്കെ വെച്ചുകൊണ്ട് യാത്ര ചെയ്യാം. അപ്പോൾ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ശരിക്ക് എന്താ പറയുക, വണ്ടി സാനിറ്റൈസ് ചെയ്യാന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഒറ്റക്കായതുകൊണ്ട് അതിനൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ
എൻ്റർ ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ ചെല്ലും. വേറെ പേപ്പറും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരുവിധം നമ്മൾ ആസാമിലോട്ടെത്തി. അപ്പോൾ ഇനി നമുക്ക് ആസാമിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് അങ്ങനെ നമുക്ക് നാഗാലാൻഡ് പിടിക്കാം. ചെക്കിങ് കഴിഞ്ഞില്ല കേട്ടോ. പിന്നെയും ടോർച്ച് കാണിക്കുന്നുണ്ട്. ഫുൾ ചെക്കിംഗ് ആണ്. എവിടെ ഇറങ്ങിയാലും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തോ ഇലക്ഷൻ എന്തോ നടക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെയും കൂടെ എന്തൊക്കെയോ പരിപാടികൾ. അങ്ങനെ നമ്മൾ ആസാമിലെ ഗൊരൈമരി എന്നുള്ളൊരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം 263 കിലോമീറ്റർ ജൽപൈഗുരിയിൽ നിന്ന് ഇന്നലെയും ഇന്നുമായിട്ട് ട്രാവൽ ചെയ്തു. ഇപ്പോൾ സമയം 10 മണിയായി. അപ്പോൾ കാലത്ത് ഇന്നലെ രാത്രി ഒരു പെട്രോൾ പമ്പിൽ വണ്ടി സൈഡാക്കിയിട്ട് ഒരു 8:30 ആകുമ്പോൾ സൈഡാക്കി നമ്മുടെ അന്നത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ, കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ രാത്രിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിയും കറി, നമ്മുടെ ആട്ടദോശയൊക്കെ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അവിടെ കിടന്നു. എന്നിട്ട് കാലത്ത് അവിടെ നിന്നിട്ട് പോന്നു. ഇവിടുന്ന് ഇനി ഏകദേശം 260 കിലോമീറ്റർ ഉണ്ട് ഗുവാഹട്ടി. അപ്പോൾ എന്താ പറയുക, പുഴ കണ്ടു. അവിടെ ഈ സൈഡിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, അവിടെ ഭയങ്കര ഒഴുക്കാണ്, നല്ല താഴ്ചയുണ്ട്. ഇവിടെയൊക്കെ സ്കെയിൽ വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലൊക്കെ ആൾക്കാർ ഇറങ്ങി കുളിക്കുന്നുണ്ട്. ഞാൻ അവിടെ എവിടെയെങ്കിലും പോയിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ കലക്കി ഫ്രഷായിട്ട് വരാം. ഇവിടെ ഇപ്പോൾ ആസാമിൽ ഇലക്ഷൻ്റെ എന്തൊക്കെയോ മീൻസ് ആ ഒരു ടൈമാണ് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പോയിന്റിലും ഓരോ 10 കിലോമീറ്ററിനുള്ളിലും ആൾക്കാർ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് പോലീസുകാരും മിലിറ്ററിയും അങ്ങനെയുള്ള സെക്യൂരിറ്റി ഫോഴ്സ് എല്ലാം വണ്ടി നിർത്തിയിട്ട് ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം ആയിരുന്നു. പക്ഷേ വണ്ടി ഇങ്ങനെ കേരളത്തിൽ നിന്നുള്ള വണ്ടിയാണ്, സ്വന്തം പേരിലുള്ള വണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ RCയും ഡ്രൈവിംഗ് ലൈസൻസും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യും. സ്വന്തം പേരിലുള്ള വണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ട്രാവലിംഗ് ആണ്. ഞാൻ നാഗാലാൻഡിലെ ഹോംബിൽ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഓക്കെയാണ്. വണ്ടിയുള്ള എല്ലാ സാധനങ്ങളും അവർക്ക് മെയിനായിട്ട് അറിയേണ്ടത് എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഉണ്ടോയെന്ന് അറിയണം. അതുകൂടാതെ വണ്ടിയുടെ പേപ്പർ വർക്കും കാര്യങ്ങളും സ്വന്തം പേരിലുള്ള വണ്ടിയാണോ മോഷ്ടിച്ചുകൊണ്ട് വരുന്ന വണ്ടി എന്നല്ലോ എന്നുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം. അതുമാത്രമേ ഉള്ളൂ. ഇതേപോലെ ആരെങ്കിലും സൈക്കിൾ ഓട്ടിട്ടുണ്ടോ? ഒരു വണ്ടിയുടെ ഇടയിൽ കൂടെ കാലിട്ടിട്ട് ക്യാമറ കണ്ടപ്പോൾ നിർത്തി സൈക്ലിങ്. അവിടെ 2 പേര് കുളിക്കുന്നുണ്ട്. അവരുടെ കൂടെ പോയിട്ട് കമ്പനി അടിച്ചിട്ട് കുളിക്കാം. അടിപൊളി വ്യൂ ആട്ടോ. ആസാമിലെ ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഇറങ്ങി കാണണം. എല്ലാ സമയത്തും ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തോട്ട്. നമ്മൾ നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് നോർത്ത് ഈസ്റ്റിലോട്ട് എത്തി. എൻ്റെ അടുത്തേ ഇവിടുന്ന് സെൻറ്ററിലൂടെ പോകണ്ടാന്ന് താഴെയുള്ളവർ വിളിച്ച് പറഞ്ഞു. ഇവിടെ സൈഡിൽ വഴിയുണ്ട്. ഓക്കെ. അങ്ങനെ അതിൻ്റെ മേലെ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഗാർഡ് പിടിച്ചിട്ട് അവിടെ നിന്ന് ഇറക്കി വിട്ടു. മീൻസ് അങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അതേപോലെ തന്നെ ഇവിടെയും കുളിക്കാൻ വേണ്ടി ഇവിടെ സ്പോട്ട് അടിച്ചിരുന്നു. വലിയ കുണ്ടൊന്നുമില്ല, അല്ലാതെ വലിയ ഒഴുക്കൊന്നുമില്ല. അധികം അങ്ങോട്ട് പോയിരുന്നാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് കുളിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി നമ്മുടെ ഉടുത്ത ഡ്രസ്സൊക്കെ അലക്കിയിട്ട് ബാക്കിൽ ഉണക്കാണ്ടിട്ടുണ്ട്. എന്താ പറയുക, കുറച്ചുണങ്ങി. കുറേ നേരം നല്ല വെയിലുണ്ടായിരുന്നു. കുറച്ച് നേരം ഇങ്ങനെ പുറത്ത് നിന്നിട്ട് ഡ്രസ്സ് മാറലും കയ്യിലൊക്കെ നമുക്ക് പകുതി കുറച്ചുണങ്ങി. ഇനി ഉണങ്ങാനുണ്ട്. അപ്പോൾ ബാക്കിൽ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നമുക്കിങ്ങനെ കുറച്ച് ദൂരം പോയിട്ട് സമയത്രയായി, ഇനിയും 12 മണിയായി, ഭക്ഷണം കഴിക്കേണ്ട സമയമായി. അപ്പോൾ ഇന്ന് ആസാമിൽ സ്പെഷ്യൽ ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്ന് എന്താ കഴിക്കാൻ കിട്ടുക നോക്കാം. ഇവിടെയൊക്കെ ശരിക്കും നമ്മുടെ നാട് പോലെ തന്നെയാണ്. വാഴയും കഴുങ്ങും പിന്നെന്താ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ നല്ല ഈ ഒരു റോഡിൻ്റെ 2 സൈഡിലും നല്ല ചെറിയ ചെറിയ വില്ലേജുകളും അതിൻ്റേതായിട്ടുള്ള കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ ഗുവാഹട്ടി എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് നാട്ടിലെൻ്റെ കൂടെ അന്ന് റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് പിള്ളേർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെ കാണണം. പറ്റിയാൽ അവരൊക്കെ വില്ലേജിലൊക്കെ പോകണം. എന്തായാലും ഇത്തവണ അല്ലെങ്കിൽ തിരിച്ചു വരും. അപ്പോൾ പോകുമ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഞാൻ അവരുടെ വീട്ടിലോട്ട് വരുന്നില്ല എന്ന് അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ പാവപ്പെട്ടവരായതുകൊണ്ട് അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ വീട്ടിലോട്ട് വരത്തില്ലായിരിക്കുമല്ലേ എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു സംസാരിച്ചത്. എന്തായാലും ഈ കൊറോണ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണമാണ് വരാത്തതെന്നൊക്കെ പറഞ്ഞപ്പോൾ
ഒരുവിധം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഗുവാഹട്ടി എത്തിക്കഴിഞ്ഞാൽ അവരെ കാണാം. അവരെ കണ്ടിട്ട് നമുക്ക് കുറച്ച് വില്ലേജ് കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ നേരെ പോവാം. ഇവിടെയൊക്കെ സ്കൂളുകളൊക്കെ തുറന്നു കേട്ടോ. പിള്ളേരൊക്കെ യൂണിഫോമൊക്കെ ഇട്ട് സ്കൂളൊക്കെ പോക്ക് തുടങ്ങി. ഞാൻ കാലത്ത് വരുമ്പോഴും കുറേ കണ്ടായിരുന്നു. ഈ വാഴക്കൃഷി നല്ല അടിപൊളി സ്ഥലങ്ങളായിട്ടല്ല, സൂപ്പർ. ഒരു മീല് പറഞ്ഞതാണ്, ചോറ്, എന്തൊരു ബജ്ജി, ഉപ്പിലിട്ടത് നിരത്തി കൊടുന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു അസാം സ്പെഷ്യൽ ലഞ്ചൊക്കെ കഴിച്ചു. എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടു വെച്ചായിരുന്നു. എന്താ പറയുക, നമ്മുടെ നാട്ടിലെ അമ്പഴങ്ങയും അങ്ങനെ കുറേ എന്തൊക്കെയോ പരിപ്പും കറിയും വെജ് മീലാണ് കഴിച്ചത്. എന്തായാലും അതൊക്കെ ഉഷാറായി. നല്ലൊരു സ്പോട്ടും കൂടിയാണ്. ഇവിടെ അത്യാവശ്യം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ പാർക്ക് സെറ്റപ്പൊക്കെ ഉണ്ട്. അവിടെ വരുന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം. ഒരു നല്ല സ്പോട്ടൊക്കെ കിട്ടി. കുറച്ച് നേരം ഇങ്ങനെ എന്താ പറയുക കാറ്റൊക്കെ പുറത്തുനിന്ന് ഇരിക്കുകയാണ്. അപ്പോൾ നേരെ നാഗാലാൻഡിലെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിയെ ഒന്ന് വിളിക്കണം. ഒന്ന് പുള്ളിയെ വിളിച്ച് പുള്ളി ജോയിൻ ചെയ്യുന്നെങ്കിൽ നമുക്ക് കോയിമയിൽ പോയിട്ട് അല്ലെങ്കിൽ നാഗാലാൻഡ് ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ കാണാം. അവിടുത്തെ ഒരാളും ഇപ്പോൾ കൂടെ ഉണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ വരുന്ന എപ്പിസോഡുകളൊക്കെ ആയിട്ട് വരാം. ഡെയിലി വീഡിയോസ് കുറച്ച് ടഫാണ് ഇപ്പോൾ. എന്തായാലും നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ മാക്സിമം സ്ഥിരം വീഡിയോസ് ഇടാൻ നോക്കാം. 7 മണി എന്നുള്ളത് 7:30 ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും എനിക്ക് കുറേ പേരെന്തോ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എന്തായാലും 1:30 7:30 ഒക്കെ ആകുമ്പോൾ നമ്മുടെ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് എടുത്ത് നോക്കുക. നോട്ടിഫിക്കേഷൻ വരാത്തവരുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് ഒന്നുകൂടിയും എന്താ പറയുക സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണൊക്കെ ഒന്നുകൂടിയും എനേബിൾ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.